أعوذ بالله السميع العليم بفضل بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم حتى مطلع الفجر. صدق الله. عن أبي هريرة رضي الله عنه النبي صلى الله عليه وسلم قال من قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه. നബിയുനാ വഹബീബുനാ മുസ്തഫാനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐഷ റളിയല്ലാഹു നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി പറയുകയാണ്, റമളാന്റെ അവസാനത്തെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അരമുണ്ട് മുറുക്കുകയും ഇബാദത്തിന് വേണ്ടി രാത്രിയും പകലുമൊക്കെ സജീവമാക്കുകയും ഇബാദത്തിനായി കുടുംബാദികളെ ഉണർത്തുകയും ഉറക്കത്തിൽ നിന്ന് ഉണർന്നുകൊണ്ട് ഇബാദത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമായിരുന്നു എന്ന്. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, കാലമൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ ഇഹ്തിസാബാ, ഒരുവൻ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈമാനോടെ വിശ്വാസത്തോടെ ഒരുവൻ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുമെന്നാണ്. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്റിന്റെ ഒരുപാട് പ്രത്യേകതയുണ്ട്. മഹാന്മാര് പറയുന്നുണ്ട്, ശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ആണ് ലൈലത്തുൽ ഖദ്ർ എന്താണെന്നറിയോ നബിയേ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ അമൂല്യമായ മാസമാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ, സർവ്വ റൂഹുകളും ഇറങ്ങി വരുമെന്നാണ്. തനസ്സലുൽ മലായികതു മുഫസ്സിരീങ്ങൾ പറയുന്നു, സർവ്വ റൂഹുകളും ഇറങ്ങി വരും. ബീദി, അല്ലാഹുവിൻ്റെ അനുമതിയോടുകൂടി. ഏതുവരെ ഇറങ്ങി വരും? തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം, അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം ഇറങ്ങി വരും. വെറുതെ അങ്ങ് ഇറങ്ങി വരലല്ല. എത്രത്തോളം വരുമെന്നോ? സുപ്രഭാതം വരെ ലൈലത്തുൽ ഖദ്ർ ഇറങ്ങി വരാമെന്ന് ഖുർആൻ പറയുകയാണ്. അത്രയും വല്ലാത്ത അത്ഭുതമായ രാത്രി, നിർണായകമായ രാത്രി. 86 ചില്ലുവാനം വർഷം ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട്, കാണാൻ കഴിയില്ലെങ്കിലും ഈ ഒരു ദിവസം നേടിയെടുത്താൽ അതിലേക്ക് ചേരാൻ കഴിയുമെന്നാണ്. അല്ലാഹുവിന് ഭാഗ്യം നൽകുമാറാകട്ടെ. അത് വല്ലാത്ത അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദ്റിൽ അധികവും ചൂടോ തണുപ്പോ ഉണ്ടാകില്ല. കാർമേഘങ്ങളും മഴകളും ഒന്നും സംഭവിക്കില്ല. അന്നത്തെ വലിയ കാറ്റൊന്നും നാടിലുണ്ടാകില്ല. മലക്കുകളെ മിന്നൽ പോലെ അതേ പിശാചുകളെ ആട്ടപ്പെടുന്നതാണ്. ചക്രവാളെന്ന് സൂര്യൻ ബ്രഹ്മപ്രതയോടെ ഐശ്വര്യത്തോടെ ഉദിക്കപ്പെടുമെന്നാണ്. ലൈലത്തുൽ ഖദ്റിൽ ഇറങ്ങിയ മലക്കുകൾ പൂർവ്വസ്ഥാനത്തേക്ക് മടങ്ങുമ്പോൾ അവിടെ പ്രകാശരശ്മി കാരണം സൂര്യൻ്റെ നിഴല് കാണാൻ പറ്റാത്ത അവസ്ഥ വരുമെന്നാണ്. അങ്ങനെയുള്ള അതുകൊണ്ട് അനുഗ്രഹങ്ങളുടെ രാത്രിയാണ്. മഹാന്മാരിൽ ചിലർ പറയുന്നു, പകലും രാത്രിയും ഒരുപോലെയാണ്. ശുഐബ് റളിയല്ലാഹുവിനെ പോലുള്ള മഹാന്മാര് പറയുന്നു, ലൈലത്തുൽ ഖദ്ർ മഹാത്ഭുതമാണ്, അത്ഭുതത്തിന്റെ കലവറയാണ്. അതുകൊണ്ട് മഹാനായ ഫതഹുൽ ബാരി ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറയുകയാണ്, ഇതേ ലൈലത്തുൽ ഖദ്റിന്റെ എല്ലാ രാത്രികളിലും അനുഗ്രഹത്തിന്റെ ആ കൃപ്തമാക്കപ്പെട്ടതായ എല്ലാ രാത്രികളിലും പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ആരാധനയിൽ വ്യാപൃതരാകുമ്പോൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ എല്ലാ സമർപ്പണങ്ങളും നടത്തപ്പെടുമെന്നാണ്. അല്ലാഹുവിന് ഭാഗ്യം നൽകുമാറാകട്ടെ. അതിനുള്ള ഭാഗ്യം മഹാഭാഗ്യമാണ്. അല്ലാഹു തരുന്നവർ നമ്മളെ പെടുത്തട്ടെ. ആർക്കാണ്? 4 വിഭാഗ കൂട്ടക്കാർക്ക് ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്നില്ല. ഒന്ന് മദ്യപാനിയാണ്,
2 മാതാപിതാക്കളെ വെറുപ്പിച്ചവനാണ്, കുടുംബത്തിൽ ഭംഗം വരുത്തിയവനാണ്, ക്രൂരതയും അക്രമവും കാട്ടുന്നവരാണ്. 3 ദിവസത്തിലധികം തൻ്റെ മുസ്ലിമായ സഹോദരനോടൊപ്പം അതേ ക്രൂരത കാട്ടുകയും വിശേഷിപ്പിക്കുകയും അവനോട് വേണ്ടതുപോലെ സമീപിക്കാതിരിക്കുന്നവർക്കുമാണ് ലൈലത്തുൽ ഖദ്ർ ലഭിക്കാത്തതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അല്ലാഹു എല്ലാവരിലും മണ്ണമാകുന്ന പ്രതിഫലം കരസ്ഥമാക്കുവാനും എല്ലാ അമലുകളിൽ നിന്നും എല്ലാ അവസ്ഥകളിൽ നിന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ല ആ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ.